മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആദ്യ പ്രസവം ഒഴികെ യുവതിയുടെ 3 പ്രസവങ്ങളും വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നത്. വീട്ടിലെ പ്രസവം ആലപ്പുഴയിലെ ആശാവർക്കർമാർ പ്രശ്നമാക്കി. തുടർന്നാണ് മലപ്പുറത്തേക്ക് താമസം മാറ്റിയത്. KT സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, ഈ ഒരു സംഭവത്തിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ പ്രസവം പെരുമ്പാവൂരിൽ വെച്ച് നടന്നു. പിന്നീടുള്ള പ്രസവം അത് ആശാവർക്കർ ഇടപെട്ട പ്രശ്നമാക്കിയതുകൊണ്ട് മലപ്പുറത്ത് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. 3 പ്രസവങ്ങളും യുവതിയുടേത് വീട്ടിൽ വെച്ചായിരുന്നു നടന്നത്. ആ യുവതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഒരുപക്ഷെ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഈയൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിൽ വെച്ച് ആണ് യുവതി മരിക്കുന്നത്. രക്തം വാർന്ന് മരിക്കുന്നത് 9 മണിക്കാണ്. വൈകുന്നേരം 6 മണിക്കാണ് പ്രസവം നടക്കുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെ ഈ യുവതിയും എതിർത്തിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ വീട്ടിലെ പ്രസവം ആലപ്പുഴയിൽ വലിയ പ്രശ്നമായതോടെയാണ് ഇവർ മലപ്പുറത്തേക്ക് താമസം മാറ്റുന്നത്. നിലവിൽ ചട്ടിപ്പറമ്പിലാണ് ഇവർ താമസിച്ച് വരുന്നത്. ഈ സിറാജുദ്ദീൻ, ഭർത്താവ് സിറാജുദ്ദീൻ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രസവത്തിന് ശേഷം യുവതി കുഞ്ഞിന് പാല് നൽകി. 6 മണിക്കാണ് പ്രസവം നടക്കുന്നത്. അതിനുശേഷം കുഞ്ഞിന് പാലും നൽകി. അതിനുശേഷം ഭർത്താവ് സിറാജുദ്ദീൻ യുവതിക്ക് കഞ്ഞി നൽകിയിരുന്നു. ഈ കഞ്ഞി കുടിച്ചതിന് ശേഷമാണ് ശ്വാസതടസ്സം ഉണ്ടാവുന്നത്. 9 മണിയോടെ രക്തം വാർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ആംബുലൻസിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ കൊണ്ടുപോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആംബുലൻസ് ഡ്രൈവർ അനിൽ പറയുന്നത് ശ്വാസം മുട്ട് മൂലം മരിച്ച വയോധികയുടേതാണ് മൃതദേഹം, ഇത് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയിരുന്നത്. മൃതദേഹം പൂർണ്ണമായി പായയിലും തുണിയിലും പൊതിഞ്ഞ നിലയിലായിരുന്നു. ഒരു വയോധികയുടെ മൃതദേഹമാണ് എന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. ഈ കുഞ്ഞുമായി, നവജാത ശിശുവുമായി കാറിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഈ ആംബുലൻസിനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. ആര്യ, സ്വാലിഹ, അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ യുവതിയുടെ കൂടെ സമ്മതപ്രകാരമാണ് വീട്ടിൽ വെച്ച് ഈ ഒരു പ്രസവം നടത്തിയതെന്നാണോ മനസ്സിലാക്കുന്നത്? മറ്റ് സമ്മർദ്ദമൊന്നുമില്ലാതെ യുവതിയുടെ കൂടെ സമ്മതം ഈ ഒരു സംഭവത്തിൽ ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വലിയ അശാസ്ത്രീയത ഈ വിഷയത്തിൽ ഈ കുടുംബം പിന്തുടർന്നു വന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നേരത്തെയും പ്രസവങ്ങളെല്ലാം 3 പ്രസവങ്ങളും ഇത്തരത്തിൽ വീട്ടിൽ തന്നെയാണ് നടന്നു വരുന്നത്. ഈ വീട്ടിലെ പ്രസവം വലിയ തോതിൽ വ്യാപകമായി മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇതിന് പ്രചോദനം നൽകുന്ന ചില സംഘങ്ങളും പ്രവർത്തിക്കുന്നതായി പോലീസ് കരുതുന്നുണ്ട്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത്. അതിന് യുവതിയുടെ കൂടെ സമ്മതം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധരിപ്പിക്കൽ. പുലർച്ചെ 3 മണിക്കാണ്, 9 മണിക്ക് മരണം സംഭവിച്ചത്. പുലർച്ചെ 3 മണിക്കാണ് ആംബുലൻസിലേക്ക് ഈ മൃതദേഹം കയറ്റുന്നത്, പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മരണം നടന്നതോടെ ഇതൊരു വലിയ വിഷയമായി മാറുമെന്ന് അറിഞ്ഞതോടെ തന്നെയാണ് പെരുമ്പാവൂരിലേക്ക് മൃതദേഹം പെട്ടെന്ന് മാറ്റിയത്. അത് ഈ ആംബുലൻസ് ഡ്രൈവറെ കൂടി തെറ്റിദ്ധരിപ്പിച്ചാണ് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ആര്യ, ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.